ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ ഒരു അപമാനത്തിലൂടെയാണ് ഇപ്പോൾ പോണത്. വീട്, ജോലി, വിവാഹം, ശമ്പളം, നീ ഒരു അപമാനത്തിലൂടെയാണ് പോണതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മനസ്സിടിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ഈ ഞാൻ അവിടെ വെച്ച് കുവൈറ്റ് വെച്ച് കണ്ടോ ചേച്ചിയെ പോലെ വരാനല്ല. ഈ അപമാനത്തിൽ നിന്നുകൊണ്ട് പോലും നീ വിശ്വാസം ഏറ്റു പറയണം. ഇതിനാണ് ഈ വിശ്വാസ വരമെന്ന് പറയുന്നത്. വിശ്വാസ വരമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് വിശ്വാസ വരം. വിശ്വാസ വരമെന്ന് പറയുന്നത് നല്ല ക്ലേശകാലങ്ങളിൽ സർവൈവ് ചെയ്യുന്ന സർവൈവ്ഡ് ഫെയ്ത്താണ് വിശ്വാസ വരമെന്ന് പറയുന്നത്. സാധാരണ വിശ്വാസം വേര് കൊള്ളുമ്പോൾ അങ്ങ് വെണ്ണ പോലെ ഉരുകിപ്പോകും. ഇവളുടെ വിശ്വാസം ഉരുകിപ്പോണില്ല. വിശ്വാസം എന്ന് വിളിച്ചിട്ടും അതുപോലെ തന്നെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ വിഹിതമല്ലെന്ന് പറഞ്ഞിട്ടും അവളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. കർത്താവേ, അത് ശരിയാണ്, ഞാൻ നായ തന്നെയാണ്. പക്ഷേ എന്താണ്, നായ്ക്കൾക്ക് പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളെ തിന്നാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ഒറിജിനൽ ആ കരച്ചിൽ മാത്രമല്ല, യഥാർത്ഥ ഫെയ്ത്ത്, വിശ്വാസം, അതായത് ക്ലേശങ്ങളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ച വിശ്വാസം. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അതിജീവിച്ച വിശ്വാസം എന്നും പറഞ്ഞ് വേറൊരു സംഭവമുണ്ട്. അതിജീവിച്ച വിശ്വാസം, അതിജീവിച്ച ശ്രുതികട ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനമാണ് അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. ശ്രുതികട ഹല്ലേലൂയ. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന എന്ന് പറഞ്ഞ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇതാണ് കാനൻകാരിയുടേത്. സ്വർണത്തെക്കാൾ അത് വിലയുള്ളതായി മാറി. ഇപ്പൊ വാല്യൂ ആയി. ഇതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ കുവൈറ്റ് നടത്തിയപ്പോൾ ധ്യാനത്തിന് കർത്താവ് പറഞ്ഞത് വാല്യൂ ആഡഡ് സ്പിരിച്വാലിറ്റി എന്നാണ്. ഒരു വ്യക്തിയുടെ വാല്യൂ, അവൻ ദൈവദൃസന്നിധിയിൽ വാല്യൂ ഉള്ള വ്യക്തിയാണോ ഇല്ലയോ, അവന് ബാർഗൈനിങ് പവർ ഉണ്ടോ വിശ്വാസത്തിൽ, അത് ഇങ്ങനെയുള്ള പ്രോസസ്സിങ് പ്രക്രിയയിലൂടെയാണ് വെളിവാകണത്. അതിന് പത്രോസ് പറഞ്ഞ എന്താണ്, വചനം വായിച്ചോ, 1 പത്രോസ് 1:7. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസം 2 തരമുണ്ട്. എന്തൊക്കെയാണുള്ളത്? ഒന്ന്, പരീക്ഷകളെ അതിജീവിക്കാത്ത കേവല വിശ്വാസം, കരയാനും മോങ്ങാനും മാത്രം അറിയാവുന്ന കേവല വിശ്വാസം. രണ്ടാമത്തത്, എന്തെല്ലാം വിഷയം ഉണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷകളെ അതിജീവിത വിശ്വാസം. ഈ അതിജീവിത വിശ്വാസമാണ് വിശ്വാസ വരമെന്ന് പറയുന്നത്. വിശ്വാസ വരം, പ്രാർത്ഥനാ വരം എന്നൊക്കെ പറയത്തില്ലേ. പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ വരമില്ല. അവരൊരു കാഷ്വലായിട്ട് ഓരോ വിഷയത്തിന് പ്രാർത്ഥിച്ചു പോകണം. വരമില്ല. വരം വേണമെന്നുണ്ടെങ്കിൽ അതിജീവിതം വേണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാ വരമുണ്ട്. നിങ്ങൾക്കും കൊണ്ട് വരാം, എനിക്കും കൊണ്ട് വരാം പ്രാർത്ഥനാ വരം. എന്താണ് പ്രാർത്ഥനാ വരം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു വിഷയത്തെ പ്രാർത്ഥിക്കണമല്ല. അത് ഗെത്സെമനിയിൽ ഈശോ ചെയ്തത് എന്താണ്? ലൂക്ക 22:23. ശ്രുതികട ഹല്ലേലൂയ. ലൂക്ക 22:44 അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോ പത്രോസ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കണ്ടില്ലേ അവിടെ വിഷയം എന്നത്? തീവ്രവേദനയും മുഴുകുന്നു, ഈശോയും തീവ്രവേദനയും മുഴുകുന്നു, പത്രോസ് ശിഷ്യന്മാരും തീവ്രവേദനയും മുഴുകുന്നു. തീവ്രവേദന മുഴുകിയ ശിഷ്യന്മാരെന്താ പറ്റിയത്? ഉറങ്ങി അവിടെ പോയി. തീവ്രവേദന മുഴുകി ഈശോക്ക് എന്നാ പറ്റിയത്? എന്ന് പറഞ്ഞ 22:44 എന്താ പറയണത്? അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. തീവ്രവേദനയിൽ മുഴുകുമ്പോ
കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. ഇതിനാണ് പ്രാർത്ഥന വരമെന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനാണ് പ്രാർത്ഥന. വിശ്വാസ വരമുണ്ട്. വിശ്വാസ വരം എന്ന് പറയുമ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അപ്പം പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് എന്ത്? വിശ്വാസ വരം. പരീക്ഷകളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് എന്ത്? പ്രാർത്ഥന വരം. അപ്പോൾ ഈ പ്രാർത്ഥനാ വരത്തിലേക്ക് നമ്മളെ നമ്മളെ പതുക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് പകരമാണ് ദൈവം മിണ്ടാണ്ടിരിക്കും, ദൈവം ആക്ഷേപിക്കും, പല കലാപരിപാടിയുണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായ? ആ കാര്യം സംഭവിക്കുന്നത് എന്താണ്? അവളുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യം മിണ്ടാതിരുന്ന്, രണ്ടാമത്തെ എന്താണ്? അപ്പോസ്തലന്മാർ മധ്യസ്ഥം കൊണ്ടുവന്ന് അത് ഈശോ എടുത്ത് ചവറ്റുകൊണ്ടേ കളഞ്ഞ്. മധ്യസ്ഥ പ്രാർത്ഥന മണ്ണാൻ കട്ട പോടാന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് വരാം അല്ലേ? അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നേരിട്ട് വന്ന് കർത്താവ് സഹായിക്കണം. അപ്പോൾ അവളുടെ മുഖത്തൊക്കെ പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക, വിഹിതമില്ല പട്ടിയെന്ന് വിളിച്ച്. 3-ാം സെക്ഷനിൽ അവൾ പട്ടിയെന്ന് ബ്രാൻഡഡ് ആയിരിക്കുകയാണ്. പ്രാർത്ഥന പുരോഗമിക്കും തോറും അപമാനത്തിൽ ബ്രാൻഡഡ് ആയിരിക്കുകയാണ്. ആ ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, അപമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവൾ ആഘോഷിക്കുന്നുണ്ട്. എന്താണ്? വിശ്വാസം. കർത്താവേ അത് ശരിയാണ്. എന്താണ് അത് ശരിയാണെന്ന് പറയുന്നത്? അതായത് ഞാൻ പട്ടിയാണ്, പക്ഷേ ഒരു കാര്യം ഈശോ മനസ്സിലാക്കണം. എന്താണ്? പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപമാനിക്കപ്പെട്ടാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മനസ്സിലായില്ലേ? ഈ അപമാനിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് വിശ്വസിക്കുമ്പോഴാണ് ഓ വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ് എന്ന് പറയണത്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. ഈ അതിജീവിച്ച വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വിശ്വാസ വരം. അതുപോലെ തന്നെ ചെറിയ പ്രാർത്ഥനയുണ്ട്, വലിയ പ്രാർത്ഥനയുണ്ട്. അപമാനങ്ങളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമെന്ന് പറയണത്. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെയുള്ള വളർച്ച ഉണ്ടാകും. അതിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും ദൈവം. നമ്മളറിയണം. നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു അടുപ്പിൽ പറ്റിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നില്ലേ? ആദ്യത്തെ സെഷനിലെല്ലാം ഓക്കെ ആകും, ഒരു സംശയമില്ല. ആൾക്കാർ ഇടിപെട്ട് സാക്ഷ്യവും പറയും. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും സാക്ഷ്യവും പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം കർത്താവ് അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, വിശ്വാസവരത്തിലേക്കും പ്രാർത്ഥനാവരത്തിലേക്കും. അപ്പം നിങ്ങളെ വളർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു അറ്റവും അറുതിയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പം 5:48 വായിച്ചേ, മത്തായിയുടെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 5:48 അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. വല്ല നടക്കും. ഇതാണ് മനസ്സിലിരിപ്പ്. പിന്നെ എങ്ങനെയാണ് പട്ടി പോണാന്നൊക്കെ വിളിക്കാതിരിക്കുന്നത്? ആളിനൊന്നും മുതലാകത്തില്ല. ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും മുതലാകാത്തൊരു മുതലാളിയാണെന്ന്. കൃപയുടെ വലിയ ഭണ്ഡാരമാണ്. കാര്യം ക്രിസ്തുവിന് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കണ്ടെത്തുന്ന ഒരു പോപ്പുലർ ദൈവമല്ല. അതായത് സത്യ ദൈവം നല്ല ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളും ചെയ്യാനാണ് പറയണത്.